എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊലവർഷം 1200 ആണ്ട് പുതുവർഷം ധനുരാശിക്കാർക്ക് എങ്ങനെയെന്ന് പറയുന്നത്, മൂലം, പൂരാടം, ഉത്രടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ധനുരാശി. പുതുവർഷ ഫലത്തിന് മുൻപായിട്ട് പുതുവർഷം പിറക്കുമ്പോഴുള്ളവരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. പുതുവർഷം പിറക്കുമ്പോൾ സൂര്യൻ അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് വക്രഗതിയിൽ ബുധൻ, ശുക്രൻ എന്നിവരുണ്ട്. 9ാം ഭാവത്തിലേക്കുള്ള സൂര്യൻ്റെ മാറ്റം നമ്മുടെ നിക്ഷേപങ്ങളെയും വരുമാനത്തെയും ദോഷകരമായിട്ട് ബാധിക്കും. വക്രഗതിയിലുള്ള ബുധൻ കുടുംബത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള വഴക്കുകളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. 9ലുള്ള ഭാഗ്യസ്ഥാനത്തുള്ള ശുക്രൻ നല്ല ഒരു പൊസിഷനാണ്. ഇതാണ് ഇവരുടെ ഒരു സ്ലോ മൂവിങ് പ്ലാനറ്റ്സിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ്, അതായത് 1 മാസം 1.5 മാസം കൊണ്ട് മാറുന്ന ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥ. അപ്പോൾ പുതുവർഷം ആരംഭിക്കുന്നത് ശരിക്കും ഇവർക്കൊരു നല്ല ഇതോടുകൂടിയല്ല ശരിക്കും ആരംഭിക്കുന്നത്. ഒരു ലോങ് ടൈമിൽ ഇവർക്ക് നല്ല ഒരു ഫലങ്ങളാണ്. പുതുവർഷം ആരംഭിക്കുന്ന ചിങ്ങമാസം ഓഗസ്റ്റ് 17-ാം തീയതി എന്ന തീയതി മുതൽക്ക് അവർക്ക് അത്ര ഒരു സുഖകരമായ ഒരു ഇതല്ല ഒരു 10 ദിവസത്തേക്ക് വരുന്നത്. പക്ഷേ ഇവർക്ക് പിന്നീട് ശോഭനമാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ രാശിക്കാർക്ക് ഏകദേശം 2023 വരെ ഉള്ള ഒരു 7.5 വർഷക്കാലം 7.5 ശനി എന്നൊരവസ്ഥയിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയത്. 7 ശനിയുടെ ഒരവസ്ഥയിൽ കഴിഞ്ഞിട്ടും അവർക്കൊരു കാര്യമായിട്ടുള്ളൊരു പുരോഗമനം ഉണ്ടായിരുന്നില്ല. 3ലേക്ക് വ്യാഴം അങ്ങനെയൊക്കെയുള്ള ഒരു അസ്വസ്ഥതകളൊക്കെ ആയിട്ട് കഴിഞ്ഞൊരു ഏകദേശം ഒരു 2023 മുതൽക്ക് 2023 ശനി ഇവർക്ക് അനുകൂലമായിട്ടുണ്ട്. 2023 അവസാനത്ത് ഏപ്രിൽ അവസാനത്തോടു കൂടിയിട്ട് വ്യാഴം അവർക്ക് പിന്നെ അവർക്ക് 5ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ 5ൽ വ്യാഴവും 3ൽ ശനിയും 3ൽ ശനി മുടിയോടി വാഴും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസം വരെ കടന്നു പോയിക്കൊണ്ടിരുന്നത് 2024. അപ്പോൾ അങ്ങനെ അവർ വളരെ നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശനിയുടെ ആ ഒരു ഗംഭീരമായ പൊസിഷൻ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ വ്യാഴം 6ലേക്ക് മാറി. ആ പുതുവർഷം പിറക്കുമ്പോൾ അവർക്ക് വ്യാഴം 6ാം ഭാവത്തിലാണ്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് കാര്യമായ ദോഷഫലങ്ങൾ ചെയ്യില്ല, ശനി അവിടെ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവർക്ക് ലോങ് ടൈമിൽ കാര്യമായ ഒരു ദോഷങ്ങളില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. വ്യാഴം 6ൽ നിന്നാൽ പോലും ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു ലോങ് ടൈമിലില്ല. പിന്നെ ഷോർട്ട് ടൈമിൽ ചെറിയ രീതിയിലുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ ഈ പൊസിഷൻ ഇവരെ ബാധിക്കും. അത് രോഗം, ശത്രു, കടം എന്ന ഭാവമാണ്. 6, 8, 12 ദുസ്ഥാനങ്ങളിൽ ഒരു ഭാവമാണ് 6. അവിടെയാണ് ഇപ്പോൾ വ്യാഴം ഗോചരാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ശനിയുടെ പറഞ്ഞതുപോലെ ശനിയുടെ 3ലെ പൊസിഷൻ വളരെ ഗുണകരമായിട്ട് കാണുന്നു. 4ൽ നിൽക്കുന്ന രാഹുവും 10ൽ നിൽക്കുന്ന കേതുവും ഇവരുടെ ഭാഗ്യത്തെ വളരെയധികം കുറയ്ക്കും. എന്നാൽ പോലും ഇവർക്കങ്ങനെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായേക്കാം. ഇവരുടെ ജീവിത പങ്കാളിയായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധുക്കളായിട്ടൊക്കെയുള്ള ബന്ധത്തിനൊന്നും ഒരു കുഴപ്പങ്ങളുണ്ടാവില്ല. ഇവർക്ക് ഒരു വീട്ടിലൊരു നല്ല ഫംഗ്ഷനൊക്കെ നടത്തുന്നതിനും ഒരു നല്ല ഫംഗ്ഷൻ ആതിഥേയത്വം വഹിക്കുന്നതിനൊക്കെ നല്ല ഒരു പ്ലസൻ്റായിട്ടുള്ള സമയമായിട്ട് തന്നെ കാണുന്നത്. ഒരു ജോലി അവിടെ ചെറിയൊരു ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ചെറിയ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരാൻ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടോ നമ്മുടെ സഹപ്രവർത്തകരായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഓഫീസ് പൊളിറ്റിക്സ് അത് നമ്മുടെ വളർച്ചയെ ബാധിക്കില്ല. ചെറിയ രീതിയിലുള്ള ഓഫീസ് പൊളിറ്റിക്സ്, ചെറിയ രീതിയിലുള്ള ഒരു പ്രഷർ, വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഒരു ശരാശരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് പിന്നീടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് 27-ാം തീയതി ചൊവ്വ രാശി മാറുന്നതോടുകൂടി ഇവർക്കൊരു ഈ പതിയെ മൂവ് ചെയ്യുന്ന സ്ലോ മൂവിങ് പ്ലാനറ്റ്സായ ബുധൻ, ശുക്രൻ, ചൊവ്വ, ആദിത്യൻ എന്നിവരുടെ ഒരു പൊസിഷൻ ഇവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാത്ത ഇതിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ഏകദേശം ഒരു ഏപ്രിൽ മുതൽക്ക് ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതുവർഷത്തോടു കൂടിയിട്ട് പുതുവർഷത്തിൻ്റെ ആരംഭം ഇത്തിരി ഒരു സുഖകരമല്ലാതെ ആണെങ്കിൽ പോലും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് അനുകൂലമായിട്ട് വരികയും ഈ ഒരു വർഷം തരക്കേടില്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാം. കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഈ രാശിക്കാർക്ക് കഴിയും. എന്ന് മാത്രമല്ല, വളരെ നല്ലൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തെ 2-3 മാസങ്ങളോട് വ്യാഴം മെയ് 22-ാം തീയതി 7ാം ഭാവത്തിലേക്ക് നിവൃത്തി സ്ഥാനമായ 7ലേക്ക് മാറുമ്പോൾ ഇവർക്ക് വൻ ഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത്. 3ൽ ശനിയും 7ൽ വ്യാഴവും എന്ന ഒരു അവസ്ഥ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 6-7 മാസം ഇവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും.
ഇവർക്ക് 3-ൽ ശനിയും 5-ൽ വ്യാഴവും ലഭിച്ചത് പോലെ തന്നെ അതിലും വളരെ നല്ലൊരു സമയമായിരിക്കും 3-ൽ ശനി 7-ൽ വ്യാഴവും. അപ്പോൾ അങ്ങനെ ഈ വർഷം ഇവർക്ക് പ്രതീക്ഷാ നിർഭരവും ശോഭനവുമാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇവർ അലട്ടുന്നില്ല. ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ മാത്രം, അവഗണിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ലോങ് ടൈമിലേക്ക് ഒരു പ്രശ്നങ്ങളും ഈ ധനുരാശിക്കാരെ അലട്ടുന്നില്ല. അപ്പോൾ ധനുരാശിക്കാർക്ക് എല്ലാവിധ ആശംസകളും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ഫലങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുക, തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.